ടേസ്റ്റിംഗ് റൗണ്ട് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ബിരിയാണി കഴിച്ച് എന്താ പറയുന്നത്, 10 ബിരിയാണി കഴിച്ചിട്ട് നിൽക്കുന്ന 2 ആൾക്കാർ ശരിക്കും മത്തടിക്കുന്നുണ്ട്. സൂപ്പർ മസാല. ഫസ്റ്റ് തേർഡുണ്ടോ? തേർഡൊക്കെ ഫോർത്ത് വേണോ? അതുണ്ടോ? ഇനിയിപ്പോ 4ഉം 5ഉം ഒക്കെ വരും, മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ ക്രൈറ്റീരിയാസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അല്ലേ? ടേസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ചേച്ചി, ഞാൻ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുകയാണ്. എല്ലാവരും കൂടെ ഒന്ന് സംസാരിച്ച കാര്യം ഞാനിപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയണോ? എന്നെ ഇവിടെ ഓരോരുത്തർ കണ്ണൊക്കെ പറഞ്ഞു കാണിച്ചു പറയുന്നു പറഞ്ഞു. കുറ്റം പറയല്ല കേട്ടോ, എല്ലാവർക്കും വേണ്ടി പറയണേ. ഞാൻ അറിഞ്ഞിട്ടില്ല, അറിയാത്ത കാര്യമാണ്. കുറ്റം എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു ഞാൻ കാര്യം അറിയണം. എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാണ്. സംശയമാണ് എന്താണ്, കുറേ ടൈം എടുത്ത് ചെയ്താലും മാർക്ക് ഒരേപോലെ ആണോ? ചേച്ചി പറഞ്ഞ ടൈമിൽ നിന്ന് വിട്ട് ഒരുപാട് ടൈം എടുത്ത് ചെയ്താലും മാർക്ക് ഒരേപോലെ ആണോ എന്ന് എല്ലാവരും ഇവിടെ ചോദിച്ചു. അപ്പോൾ അത് ഞാനിപ്പോൾ ചോദിച്ചു. അത്ര ചേച്ചി ചോദിച്ച ചോദ്യം തെറ്റൊന്നുമല്ല. ഇതിന് കറക്റ്റ് മറുപടി നമ്മൾ വിളിച്ചാണ് അവരോട് ചോദിക്കുക. ഉദ്ദേശം എന്നെയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പൊട്ടത്തിയൊന്നുമല്ല. അത് കറക്റ്റ് തീർച്ചയായിട്ടും. ഞാനത് പലവട്ടവും നിങ്ങളിവിടെ ലക്ഷ്മി ചേച്ചി സമയം എത്ര വേണം എന്നിങ്ങനെ പറയുമ്പോഴും ഞാൻ ഓരോ എപ്പിസോഡ് നിങ്ങൾ എടുത്തു നോക്കി ഞാൻ എന്തെങ്കിലും ടൈമിനെ കുറിച്ച് വായ തോർന്നിട്ടുണ്ട്. കാരണം സജിത ലേറ്റ് അല്ല, സജിതയ്ക്ക് കുക്കിംഗ് മാത്രമാണെങ്കിൽ സജിത അത് ചെയ്തിരിക്കും. അത് അറിയാവും, തെറ്റാണ് ശരിയാവും. ഓക്കെ, 1 സെക്കൻഡ് ചേച്ചി ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതെന്താ നിങ്ങൾ ഞാൻ പറഞ്ഞ ഭാരവാഹികളോട് ചോദിക്കുക. ഞാനിതിനെ ക്യാമറയുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. ഇനി എന്താ ചോദിക്കാൻ കഴിയുമോ? എന്ത് വേണമെങ്കിൽ പറയണ്ടല്ലോ. അല്ല, ഞങ്ങൾ പിന്നെ നമ്മളെല്ലാവരും കുക്ക് ചെയ്യാൻ തന്നെയാണ് ഇവിടെ വന്നത്. ഇവിടെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ പാചകം തന്നെയാണ്. ആ സമയത്ത് പാചകത്തിന് അലോങ് വിത്ത് പാചകം പാട്ട് പാടുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും പാചകം ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നീടും 1.5 to 2 hours എക്സ്ട്രാ എടുത്തിട്ടുണ്ട് സജിത. സെക്കൻഡ് ഗ്രൂപ്പ് വന്ന് പാചകം ചെയ്യാൻ തുടങ്ങിയിട്ട് പോലും സജിതയുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു കാര്യം പറയാം, പലവട്ടം തള്ളിവിടാൻ പറയുന്നതല്ല. കാരണം പല എപ്പിസോഡിലും എന്നെക്കുറിച്ച് എന്നെ ഹറാസ് ചെയ്തും ഇൻസൾട്ട് ചെയ്തും പല സാഹചര്യം വന്നപ്പോൾ 1 സെക്കൻഡ് ഞാൻ അല്ലല്ല 1 മിനിറ്റ് 1 സെക്കൻഡ് ചെയ്ത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾ ഇന്ന ആളെന്ന് പറയുന്നത് ഞാൻ മാറ്റർ പറയുകയാണ്. കാരണം പല എപ്പിസോഡും കടന്നുപോയി. ഇപ്പോൾ ജസ്റ്റ് ഒരു മുട്ടയുടെ എപ്പിസോഡ് വന്നപ്പോലും ഓഡിയൻസിൻ്റെ ഭാഗത്ത് എനിക്ക് നല്ല അപ്പിയറൻസ് നല്ല ഇത് തന്നെ എനിക്ക് കിട്ടില്ല, മോശം കിട്ടില്ല. പക്ഷേ നിങ്ങൾ എന്നോട് ഓരോന്ന് പറയുമ്പോഴും ഞാനും അത് കേട്ടിട്ട് എനിക്ക് മറുപടി പറയാൻ നാവില്ലാണ്ടൊന്നുമല്ല. പക്ഷേ എനിക്ക് താല്പര്യമില്ല. റിയാലിറ്റി ഷോയുടെ സ്ഥിരം സ്വഭാവം അവിടെ കാണിക്കാൻ ഞാൻ വന്നിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ മറന്നുപോയി പെട്ടെന്ന് പറഞ്ഞപ്പോൾ. പിന്നൊരു കാര്യം, ഞാനവിടെ കുക്ക് ചെയ്തു എടുത്ത് പറയുന്നു. ഒന്നും വേണ്ട, അന്ന് മുട്ടയുടെ പ്രശ്നം എന്താ, ഇന്ന് വേണ്ട. തലശ്ശേരി ബിരിയാണി എന്താണെന്ന് ആദ്യം അറിയാം. ആദ്യം ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞു അവരെ പഠിക്കുക. എനിക്ക് ഫിനിഷ് ചെയ്താൽ പഠിക്കുക. തലശ്ശേരി ബിരിയാണി എന്താണ്, നിങ്ങൾ തലശ്ശേരി പോവുക. അത് ലക്ഷ്മി ചേച്ചിക്ക് നന്നായിട്ട് അറിയാം ബിരിയാണി എന്താണ്, അതെങ്ങനെയാണ് അവിടെ പ്രസൻറ്റേഷൻ. പ്ലീസ് വെയിറ്റ്. അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ള കാര്യം അത് കൃത്യമായിട്ട് അറിയാവുന്നവർക്കും ഈ ഓഡിയൻസിനും അറിയാം. ഞാൻ ആ രീതിയിലാണ് ഈ സാധനം കൊണ്ടുവന്നത്. പക്ഷേ അവിടെ 2 ബിരിയാണിയാണോ, എനിക്ക് ചെവിട് പൊട്ടോ അല്ലെങ്കിൽ കണ്ണ് പൊട്ടക്കണ്ണിയൊന്നും നല്ല കാഴ്ചയായിട്ട് ചെവിട് നന്നായി കേൾക്കുന്നുണ്ട്. പക്ഷേ പരദൂഷണമോ മറ്റുള്ള അവിടെ പോയിട്ട് കൈട്ടിളക്കാനോ സോറി, എനിക്കത് താല്പര്യം. അല്ല, നമ്മൾ ലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് ഡയറക്റ്റ് വന്ന് ചോദിക്കുകയാണ്. ഞാനും അഞ്ജും കൂടിയാണ് വന്ന് ചോദിച്ചത്, ഇത് 2 ബിരിയാണിയാണോ അതോ ഒരു ടൈപ്പ് ബിരിയാണി? ഞാനതല്ലേ കേട്ടത്. ഞാൻ അവിടെ ഇരുന്ന് 4 പേര് കൂട്ടത്തിൽ ഒരാൾ പേരൊന്നും ഞാൻ ഡയറക്റ്റ് നേരിട്ട് വന്ന് ലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് വന്ന് ചോദിക്കുക. അപ്പോൾ പറഞ്ഞു ഇല്ല, ഇത് ഇറച്ചി വെച്ചിട്ടുള്ള മസാല അതാണ്. ഓക്കെ, നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ ചേച്ചി. അതിനൊന്നും നമുക്ക് യാതൊരു എതിരഭിപ്രായമില്ല. എത്ര സാധനം വേണമെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. പക്ഷേ ചേച്ചി തുടങ്ങുന്നതിന് മുമ്പേ 1.5 hours പറഞ്ഞു. 1.5 hours പോട്ടെ, ഒരു 2 hours 2.5 hours വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇത് ഒരുപാട് എക്സീഡ്. അപ്പോൾ അതിനെന്താണ് ഒരു ഇതുള്ളത് ചേച്ചി എന്ന് പറയുന്നത്, ഒരുപാട് എക്സീഡ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാനും മറ്റുള്ള ഇതുപോലെ വിളിച്ചു പറയാനും എനിക്ക് അറിയാണ്ടൊന്നുമല്ല. പക്ഷെ എനിക്ക് താല്പര്യമില്ല. കാരണം അവിടെ ചീള് കേസാണ്, നമുക്കത് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ഞാൻ പോകാറില്ല. പിന്നെ ഞാൻ അവിടെ എത്ര ടൈം എടുക്കും, ഒരാൾ ചെയ്ത കാര്യം ഇരുന്ന സമയത്ത് പ്രോഗ്രാം പ്രൊഡ്യൂസർ വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇനി ഒരു 1/2 hour കൂടിയേ ബാക്കിയുള്ളൂ, യു ഹാവ് ടു ഫിനിഷ് ഇറ്റ് വിത്തിൻ ദ ടൈം. അത് നമ്മുടെ അടുത്ത് പറഞ്ഞതാണ്. നമ്മളത് അനുസരിക്കുകയും ചെയ്ത് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് ഞങ്ങൾ മാറി നിൽക്കുമായിരുന്നു. ആൻഡ് പിന്നെ അടുത്ത എൻ്റർടൈൻമെൻറ്റ് സെഷന് വേണ്ടി നമ്മൾ സജിതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക തന്നെയായിരുന്നു. എനിക്ക് അവിടെ എന്തുണ്ടായെന്ന് എനിക്കിപ്പോൾ നിങ്ങൾ അറിയിക്കേണ്ട
ആവശ്യമില്ല. അത് അറിയാവുന്നവർക്ക് അറിയാം. ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ലേറ്റ് ആവാനുള്ള കാരണം എന്താന്ന്. അങ്ങനെ പല പല കാരണമാണെങ്കിൽ എന്താണെന്നുള്ള അവിടെ ഒന്ന് അന്വേഷിക്കണം. നിങ്ങൾ വെറുതെ ഇവിടെ കിടന്നിങ്ങനെ എന്നെ കോസ്റ്റ്യൂം ചെയ്ത് ജഡ്ജിന്റെ മര്യാദയൊന്നുമല്ല. ചുമ്മാ ഇരിക്കാം ചേച്ചി. എന്നോട് സംസാരിച്ച് ഞാനും മറുപടി പറയും. എനിക്ക് താല്പര്യമില്ല. ആ കാര്യം ഡീൽ ചെയ്താൽ ഇത്ര ഉണ്ടായി സംസാരിച്ചത്. അത് വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ വന്നത് മുതൽ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പെരുമാറ്റവും രീതിയും നോട്ടവും കണ്ണും എനിക്ക് പുറകെയും ദൈവം തമ്മിൽ പടച്ചോ കണ്ണു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ബാക്കിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് ഞാനൊരു കാര്യം പറയട്ടെ ലക്ഷ്മി, കംപ്ലൈൻറ്റ് ഒന്നും പറയില്ല. കഴിഞ്ഞ ഒരു എപ്പിസോഡിൻ്റെ സമയത്ത് ഞാൻ എന്തോ നോക്കി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ചേച്ചിയിൽ കൊണ്ട് തന്ന് അത് എന്നോട് ചേച്ചി വന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരാണോ അന്ന് അത് കൊണ്ട് തന്നത് അവരുടെ ടേബിളിൽ ഇന്ന് ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ള കൂട്ട് ഫുള്ളുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടതാണ്. അത് എൻ്റെ മുന്നിൽ വീണ്ടും അന്ന് ഞാൻ നോക്കിയല്ല ചെയ്തിരുന്നത്, എടുത്തിട്ട് ഞാൻ മാറ്റി വയ്ക്കാൻ മറന്നുപോയതാണ്. ഇന്ന് ഞാനത് കണ്ടു. അതായത് റെസിപ്പി വെച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ കണ്ടിരുന്നു. ഞാൻ കുക്ക് ചെയ്യാൻ വരുമ്പോൾ അതവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു. പക്ഷേ അതുപോലെ തന്നെ ടൈമിൻ്റെ കാര്യത്തിലും ഞാൻ കൂടുതൽ ടൈം എടുത്തു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഷെഡ്യൂള് ഭയങ്കര ഇഷ്യൂ ആയത്. ഏതാ പപ്പായ ഞാനപ്പോൾ പറഞ്ഞത് എനിക്ക് ശരി മിസ്റ്റേക്കാണ്. അപ്പം ചേച്ചി എതിർത്തവർ പറയുന്നുണ്ട്. ഞാൻ എതിർക്കാൻ കാര്യം മറുപടി പറയുന്നത് കാരണം ആദ്യത്തെ നിങ്ങളുടെ നാട്ടിലല്ല. എനിക്ക് സംസാരിക്കണം. വിളിക്കാൻ പോലും നിങ്ങൾക്ക് ആർക്കും ഒരു യോഗ്യതയില്ല. ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. എനിക്ക് ഇഷ്ടം നിങ്ങൾ എന്റെ പേര് വിളിക്കരുത്. ഇതുപോലെ തന്നെ കഴിഞ്ഞ ഷെഡ്യൂൾ എന്നെയും പറഞ്ഞതാണ്. ഞാൻ റെസ്പോണ്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ 2.5 മണിക്കൂർ സത്യമാണ് 2.5 മണിക്കൂർ പപ്പായക്ക് എടുത്തപ്പോൾ നിശ്ചയിച്ച് തന്നെ പറഞ്ഞു ചേച്ചിയും പപ്പായ ഹൽവയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ അതൊരു മിസ്റ്റേക്കായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ശരി സമ്മതിച്ചു. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ തുറന്നു പറയാമല്ലോ, കഴിഞ്ഞ തവണ സജിത ബേട്ടിയാണ് ഞാൻ പോലും അറിയാതെ എൻ്റെ അടുത്തുനിന്ന് വന്നിട്ട് ഈ കാർഡ് എടുത്തിട്ട് പോയത്. അല്ല സജിത ബേട്ടി തന്നെയാണ്. അതിനി എനിക്ക് ഓപ്പണായിട്ട് പറയാം. കാരണം സജിത ഇരിക്കുന്നതുകൊണ്ട് സജിതയ്ക്കൊരു വിഷമം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരുമിച്ച് ഫീൽഡിലുള്ള ആളാണ്. സജിതയ്ക്കൊരു ഫീൽ ആവുണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ്. എനിക്ക് ആരോടും ഇവിടെ പരിഭവം കണക്കൊന്നുമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അത് സജിതയുടെ പേര് പറഞ്ഞ് ഇനിയിപ്പോൾ ഒന്നുകൂടെ അതിനെ ഇൻസൾട്ട് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മിണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത്രയും ഇഷ്യൂ ഉണ്ടാക്കി ഞങ്ങളോട് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ആ കുട്ടിയുടെ പേര് പറയുന്നത്. സജിതയാണ് അന്ന് എൻ്റെ ഞാൻ പോലും അറിയാതെ എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ കൂളായിട്ട് സംസാരിച്ചിട്ട്. വേറൊരു കാര്യമുണ്ട് ചേച്ചി, ബാക്കി നമുക്ക് പരസ്പരം എല്ലാവരെയും തമാശ പറയാം, കളി പറയാം, എല്ലാം പറയാം. പക്ഷെ സജിതയുടെ അടുത്ത് ഒരു വാക്ക് പോലും നമുക്ക് തമാശ പറയാം. ആ പപ്പായയുടെ ആ കൂട്ട് എന്താണ് റെസിപ്പി എന്നുള്ളത് മാത്രമാണ് എഴുതിയിട്ട് അത് ഞാൻ ഓൾറെഡി എല്ലാം പർച്ചേസ് ചെയ്ത് പപ്പായക്കകത്ത് എന്താ അധികമൊന്നും ഇല്ലല്ലോ. ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നത് അത് അവിടെ സൈഡിൽ ഇരുന്നതാണ്. ഞാനിത് എടുത്തിട്ട് പോയത് പോലും ഇത് അറിഞ്ഞില്ല. ഇതിന് ശേഷം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത് പോലും. അത് കഴിഞ്ഞിട്ട് ഞാൻ അതല്ല ഓക്കെ സാരമില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ പിണക്കമൊന്നും ഞാൻ ആ കുട്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ കുട്ടി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സൈഡിൽ ഫുൾ റെസിപ്പി ഡീറ്റെയിൽസും എല്ലാം കുറേ പേപ്പറുകളും മറ്റേ പാട്ടിൻ്റെ എന്തൊക്കെയോ കുറേ പേപ്പറുകളുണ്ട്. അതിൻ്റെ കൂടെ ഇന്ന് അതും വെച്ചിരുന്നു. പിന്നെ എനിക്കറിയില്ല ഫ്ലാസ്കിനകത്ത് ടീ ഉണ്ടാക്കി കൊണ്ടുവന്നതാണോ അതൊന്നും നമുക്കറിയില്ല. ഫ്ലാസ്കിനകത്ത് നിന്നാണ് സ്റ്റീൽ ഫ്ലാസ്കിനകത്തു നിന്നാണ് സമയമായപ്പോൾ ചൂടാക്കി ഒഴിച്ചത്. ഇതൊന്നും ഞാനിപ്പോൾ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുകയില്ലായിരുന്നു. ഇത്ര ഇത് സംസാരം ആയതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ സജിതയെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും സജിതയ്ക്ക് എന്നോട് ഇതിൻ്റെ പേര് ദേഷ്യം തോന്നരുത്. ഇത്രയും ഒരു സംസാരം വന്നു. സജിതയോട് സംസാരിക്കാൻ യോഗ്യതയില്ലാത്തവരായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. എല്ലാ ഇരിക്കുന്ന 12 കണ്ടസ്റ്റൻസിനും അവനവൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. അവർക്ക് അവൻ്റേതായിട്ടുള്ള അഭിമാനമുണ്ട്. നല്ല രീതിയിൽ ഈ ഫീൽഡിൽ നിൽക്കുന്നവരുമാണ്. ടാലൻറ്റഡ് ആയിട്ടുള്ളവരുമാണ്.
അപ്പോൾ അങ്ങനെ പറഞ്ഞതിൽ ഒരുപാട് വിഷമമുണ്ട്. അതൊരിക്കലും ഒരു ആർട്ടിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. വെരി അൺഫോർച്ചുനേറ്റ്, എന്തായാലും പറയാതിരിക്കാൻ വയ്യ അല്ലേ? അല്ല അതാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത്. അല്ല നമുക്ക് ഫീൽ ചെയ്തു. അതെ ഞങ്ങൾക്കിപ്പോൾ അല്ലെങ്കിൽ എല്ലാവരും റിയാക്ട് ചെയ്യില്ല. ഇപ്പം ഇത്രയും സംസാരിക്കുന്നുള്ളൂ. ഞങ്ങൾ അതിലേക്ക് ഇൻ്റർഫിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പാസിഫൈ ചെയ്യാനായിട്ട് വരുന്നതിന് മുമ്പ് ആ കുട്ടി പണിക്ക് പോവുകയും ചെയ്തു. ഒന്നും പറയാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് അവസ്ഥ. മനസ്സിലായി, വീണ പറഞ്ഞില്ലേ എന്റെ റെസിപ്പി എടുത്തു മാറ്റിയ ആള് ഇവിടെ റെസിപ്പി വെച്ച് കുക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുട്ടിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആ ചാടിക്കോട്ട് അതാ ഇത്രയും ബഹളം വെച്ച് പോയത്. അല്ലാണ്ട് നമ്മൾ പറഞ്ഞതിന്റെ കുഴപ്പമൊന്നുമല്ല.